ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അപ്പോൾ ഒരു 6 month to 1 year വരെയുള്ള ബേബീസിന് പറ്റുന്ന ആ ഒരു മെഷർമെൻറ്റിലാണ് ചെയ്ത് കാണിക്കുന്നത്. ഈ ഒരു ബ്രൊക്കേഡിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. സെയിം കളറിൽ ലൈനിങ്ങും കൂടെ എടുത്തിട്ടുണ്ട്. ലൈനിങ് കട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾക്ക് ഇതിൻ്റെ ഒരു പാറ്റേൺ റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പേപ്പറിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 4 inch എടുക്കുന്നത്. അപ്പോൾ ഷോൾഡർ മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്നൊരു 1/4 inch ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം താഴേക്ക് ഒരു 3.5 മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് നമുക്ക് ആം ഹോളിൻ്റെ ഒരു മെഷർമെൻറ്റ് വരുന്നത്. ഇനി ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. 5.5 ആണ് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. അതിനുശേഷം യോക്കാണ് മാർക്ക് ചെയ്യുന്നത്. യോക്ക് നമ്മൾ 8 inch ആണ് കൊടുക്കുന്നത്. എക്സ്ട്രാ 1 inch കൂടെ നമുക്ക് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ലെങ്ത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വേസ്റ്റാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. വേസ്റ്റ് 5 inch ആണ് കൊടുക്കുന്നത്. മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ആം ഹോളൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാറ്റേൺ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 2.5 ആണ് നെക്കിൻ്റെ വിഡ്ത്തായിട്ട് കൊടുക്കുന്നത്. ലെങ്ത്ത് 3 inch ആണ് കൊടുക്കുന്നത്. ഇതൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നെക്കൊന്ന് വരച്ചെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. ഇനി നമുക്ക് ലൈനിങ് ക്ലോത്തിലേക്ക് ഇതൊന്ന് വരച്ചെടുക്കണം. നെക്കിൻ്റെ ലെങ്ത്ത് 3 inch ആണ് നമ്മളിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു അളവിൽ നമുക്ക് ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് ലൈനിങ്ങിലേക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ ലൈനിങ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ബാക്ക് പീസാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈനിങ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. 1 inch ഗ്യാപ്പ് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനിങ് പീസ് വെച്ചിട്ട് മെയിൻ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതേപോലത്തെ 2 പീസ് വേണം. 4 inch വിഡ്ത്തും 32 inch ലെങ്ത്തും വരുന്ന ഇതേപോലത്തെ 2 പീസാണ് വേണ്ടത്. ഈ ഒരു പീസിൻ്റെ 2 സൈഡിലും നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ള പീസ് ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് സെൻറ്ററിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു 6.5 inch ആണ് കിട്ടേണ്ടത്. ഇനി നമുക്ക് യോക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിൻ ക്ലോത്തിന് മേലെയായിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഗ്യാദേഴ്സ് വെച്ച് കൊടുക്കുകയാണ്. അതിന് മേലെയായിട്ട് ലൈനിങ് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് മറിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷനാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്ക് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലൈനിങ്ങിൻ്റെയും മെയിൻ ക്ലോത്തിൻ്റെയും ഇടയ്ക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇപ്പോൾ ബാക്ക് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ താഴ്വശം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് ബാക്ക് സൈഡിൽ ഹുക്ക് കൊടുക്കുന്ന ആ ഒരു ഭാഗം കൂടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് സൈഡാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ചെസ്റ്റ് 5.5ഉം വേസ്റ്റ് 5 inch ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ ഇതാണ് ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.